രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷം. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കേരള ഘടകത്തിന്റെ നിലപാട് കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും വ്യക്തമാക്കി. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി പരോക്ഷമായി പിന്തുണച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും അഭിപ്രായം ഉന്നയിച്ചു. ചടങ്ങിൽ ക്ഷണം കിട്ടിയിരിക്കുന്നത് വ്യക്തികൾക്കാണെന്നും ഇക്കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കുമെന്ന് ശശി തരൂർ MPയും പ്രതികരിച്ചു. ഇല്ല, കോൺഗ്രസ് ഇതുവരെയായി ഒരു നിലപാടെടുത്തിട്ടില്ല. ഇപ്പോൾ ജനുവരി 22 അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, അതിന് ഇനി ആലോചിക്കാൻ സമയമുണ്ടല്ലോ. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, മാത്രമല്ല ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് സമാജ്വാദി പാർട്ടി. ഇന്ത്യയിൽ ഏറ്റവും അധികം MPമാരെ നൽകുന്ന UPയിൽ സഖ്യത്തിന് ഇന്ത്യയിൽ കോൺഗ്രസ്സാണ് നയിക്കുന്നതെങ്കിലും UPയിൽ നയിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. ആ സമാജ്വാദി പാർട്ടി പങ്കെടുക്കുന്ന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും പങ്കെടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അറിയിച്ചിട്ടില്ലോ? അത് മുരളിയോട് ചോദിക്കുക. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കുക. ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ സംസ്ഥയുടെ പരിപാടിക്കൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. അതല്ല അവരെ പാർട്ടിയുടെ തീരുമാനം, ഞാനെന്തിനാ തീരുമാനിക്കുന്നത്? വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേടുന്നു. അഖിൽ, AICC KPCC രണ്ട് തട്ടിൽ. AICCയുടെ നിലപാട് വ്യക്തമാക്കിയെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കെ സുധാകരൻ പറയുന്നത് അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ KPCC നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. ഒപ്പം തന്നെ താങ്കളുടെ നിലപാട് AICC അറിയിക്കും. പക്ഷേ KC വേണുഗോപാലിനെ വിവരങ്ങൾ ധരിപ്പിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് തങ്ങൾക്ക് ഉള്ളതെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഈ ഒരു വിഭിന്നമായ ഒരു നിലപാടുകൾ KPCCയിൽ നിന്ന് ഉയരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ വിലയിരുത്താം? വിനീഷ, കോൺഗ്രസ് ഇപ്പോഴും രണ്ട് തട്ടിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം AICC നേതൃത്വം ഇതുവരെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പ്രവർത്തക സമിതി കൂടിയാലോചനയ്ക്ക് ശേഷവും കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ PCC ഘടകങ്ങളോടും ചോദിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. AICC നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് നാഗ്പൂരിൽ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് വിവിധങ്ങളായ സംസ്ഥാന നേതൃത്വങ്ങളോടും അഭിപ്രായം ചോദിക്കണമെന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതിൽ പക്ഷേ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വത്തിനാണ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നത്. കാരണം KPCC പ്രസിഡന്റ് പറയുന്നത് AICC KPCCയോട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ചോദിച്ചാൽ ആ നിമിഷം മാത്രം തങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഏത് നിലപാട് AICC എടുത്താലും ആ നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു തീരുമാനം എന്നത് അർത്ഥത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കെ സുധാകരൻ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് കണ്ണൂരിലും ആ തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ വിഭിന്നമായ ഒരു അഭിപ്രായം നടത്തുന്നത് കെ മുരളീധരൻ MPയാണ്. കോഴിക്കോട് നിന്ന് അദ്ദേഹമാണ് ഒരു വിഭിന്നമായ ഒരു അഭിപ്രായം പറയുന്നത്. AICC നേതൃത്വം നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് സ്വീകരിക്കേണ്ടത് മുന്നണി എന്ന സാഹചര്യത്തിലായിരിക്കണം. കാരണം അദ്ദേഹം മത്സരിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ കൃത്യമായി മുസ്ലിം ലീഗിന് അടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ രാഷ്ട്രീയം തന്നെയാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായവും?
വിനീഷ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വടകര എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം അത് മുസ്ലിം ലീഗിന് കൂടി ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ചില ആൾക്കാർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വരുന്നത് എന്നതാണ് ഒരു വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ശശി തരൂർ എം പി മാധ്യമങ്ങളോട് നമ്മൾ തന്നെ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വ്യക്തികൾക്ക് മാത്രമാണ്, അതായത് കോൺഗ്രസിൽ നിന്നുള്ള 3 പേർക്ക് മാത്രമാണ് ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം അല്ലെങ്കിൽ ക്ഷണം എത്തിയിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുന ഖാർഗെക്കും അതുപോലെ തന്നെ ലോക്സഭയിലെ കക്ഷി നേതാവായിട്ടുള്ള അതിരഞ്ജൻ ചൗധരിക്കും അതുപോലെ തന്നെ UPയുടെ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിക്കും മാത്രമാണ്, 3 പേർക്ക് മാത്രമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്, പാർട്ടി എന്ന നിലക്കല്ല ക്ഷണം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ശശി തരൂർ എം പി ഒരു നിലപാടായി സ്വീകരിക്കുന്നത്. പക്ഷേ വലിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ഇന്ന് കോൺഗ്രസിന്റെ 139ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട മംഗളം, മാധ്യമം, കേരള കൗമുദി എന്നീ ദിനപത്രങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ ഫാസിസത്തിന് ഏകപത്തിൽ അത് കോൺഗ്രസ് ആണ് എന്ന തലക്കെട്ടോട് എഴുതിയ ആ ലേഖനത്തിൽ പറയുന്നത് ഗാന്ധിയുടെ രാമരാജ്യമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഗാന്ധി സ്വപ്നം കണ്ട സാധാരണക്കാരന്റെയും സാധാരണ കർഷകരുടെയും ഒക്കെ തന്നെ ഇന്ത്യയിൽ ഇതുപോലെ ഒരു ക്ഷേത്രത്തിന് പ്രസക്തിയില്ല എന്ന വരികൾക്കിടയിൽ പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ ഒരു വിഭിന്നമായ അഭിപ്രായം സ്വീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച 4 നേതാക്കൾ, അതായത് K മുരളീധരൻ, K സുധാകരൻ, ശശി തരൂര്, VD സതീശൻ എന്നിങ്ങനെ 4 പേരും 4 അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അതിനൊരു അനുകൂല നിലപാട് മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എടുത്ത്, അതായത് ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് മുല്ലപ്പള്ളിയുടെ ഒരു സ്റ്റാൻഡായി പറയാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, അതായത് സമസ്ത, മുസ്ലിം ലീഗ് അടക്കമുള്ള, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കുകയും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFനൊപ്പം അവരുടെ വോട്ട് ബാങ്കിനെ നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മുതിർന്ന നേതാക്കൾ എല്ലാവരും